നമസ്കാരം. നമ്മുടെ നാട്ടിൽ കേരളത്തിൽ കഴിഞ്ഞ ദിവസം 5 പേരുടെ മരണത്തിനും ഒരാളുടെ ഗുരുതരാവസ്ഥയ്ക്കും കാരണമായ കുടുംബ കൂട്ടക്കൊലയുടെ ചുരുളുകൾ ഓരോന്നായി പോലീസ് അഴിക്കുന്നു എന്നാണ് പറയുന്നത്. പോലീസ് ഈ കേസ് അന്വേഷിക്കുന്ന പ്രതിയെ തേടിയുള്ള യാത്രയിലല്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ക്രിമിനൽക്കുള്ള സെല്ലിൽ കഴിയുന്ന അഫാൻ എന്ന് പറയുന്ന പ്രതിയുടെ വാക്കുകളെയാണ് പോലീസ് മൊഴിയായി പുറത്തേക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് കാര്യമായി എന്തെങ്കിലും പോലീസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം. പോലീസിൻ്റെ വെർഷൻ, പോലീസിന് അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, പോലീസിൻ്റെ ഒരു കഥയുണ്ട്. ആ കഥയിൽ പോലീസ് പറയുന്നത്, അഫാൻ പറഞ്ഞതായി പറയുന്നതും മാധ്യമങ്ങളും ചാനലുകളും ചർച്ച ചെയ്യുന്നതുമായ കാര്യം എന്ന് പറയുന്നത്, കുടുംബത്തിന് വലിയ വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടായിരുന്നെന്നും ആ ബാധ്യതയിൽ നിന്ന് കരകയറുവാൻ കഴിയാത്തതുകൊണ്ട് കുടുംബം ഒന്നാകെ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു 2 ദിവസം മുമ്പ്. അമ്മ അതിൽ നിന്ന് പിന്മാറിയെന്നാണ് പറയുന്നത് എന്ന് അഫാൻ പറഞ്ഞതായി പോലീസ് പറയുന്നു. അത് മാധ്യമങ്ങളെടുത്ത് പർവ്വതീകരിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. അഫാൻ്റെ അച്ഛൻ പറയുന്നു, കഴിഞ്ഞ 7 വർഷമായി താങ്കൾ നാട്ടിൽ വന്നിട്ടില്ലെന്നും തനിക്ക് അവിടെ ചില ബിസിനസ് പ്രശ്നങ്ങളുണ്ടായിരുന്നു, തന്മൂലം ഏകദേശം 15 ലക്ഷം രൂപയുടെ കടം അവിടെ ഉണ്ടെന്നും നാട്ടിൽ വീടിൻ്റെ വായ്പയുണ്ട്, ഇതിനിടയ്ക്ക് തനിക്ക് യാത്രാവിലക്കുള്ളത് കൊണ്ട് തൻ്റെ ഭാര്യയും മക്കളെയും അവിടേക്ക് വരുത്തി അവരിവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഈ കുടുംബ കൂട്ടക്കൊലയിൽ വളരെയേറെ വിഷമമുണ്ടെന്നും ജീവിച്ചിരിക്കുന്ന ജീവച്ഛവമായി മാറിയിരിക്കുകയാണെന്നും അവൻ എന്നെയും കൊല്ലും എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മൾ കൂട്ടിച്ചേർക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം നമ്മൾ അക്ഷരം പ്രതി വിശ്വസിച്ച് മുമ്പോട്ട് പോകുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. പോലീസായാലും മന്ത്രിമാരായാലും മുഖ്യമന്ത്രിയായാലും ഒക്കെ പറയുന്നതിനെ കണ്ണടച്ച് വിശ്വസിക്കുകയും സ്വയം ചിന്തിക്കാതിരിക്കുകയും ചെയ്യുന്നതുകൊണ്ടുണ്ടാകുന്ന ഒട്ടനവധി പ്രശ്നങ്ങൾ, സാമൂഹിക പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ളത് നമ്മുടെ നാട്ടിലുണ്ട്. രാവിലെ ഉച്ചയ്ക്ക് മുമ്പോ രാവിലെയോ അമ്മയെ ഷാൾ കൊണ്ട് കഴുത്ത് മുറുക്കി മുറിയിൽ മരിച്ചു എന്ന് കരുതിയിട്ടിട്ട് പൂട്ടിയിട്ട് പോയ അവൻ വളരെ ദൂരെ 10-25 കിലോമീറ്റർ അകലെ ചെന്ന് മുത്തശ്ശിയെ, അവൻ്റെ അമ്മുമ്മയെ ചുറ്റി കൊണ്ട് തലയ്ക്കടിച്ചു കൊന്നു. ആണി ചുറ്റി വെച്ചാണ് അടിച്ചത്, അവരെ കൊന്നു. ഈ സമയത്തിനുള്ളിൽ, ഇത്രയും ദൂരം യാത്ര ചെയ്തത് ബൈക്കിലാണ്, ഈ സമയത്തിനുള്ളിൽ ഒന്നും തന്നെ ഈ പയ്യനിൽ, ഈ 23 വയസ്സുകാരനിൽ യാതൊരു ഭാവവ്യത്യാസം ഉണ്ടാവുകയും ഇല്ലാതെ വരികയും ഇതിൽ നിന്ന് പിന്മാറാനുള്ള അവസരം ചിന്തിക്കുകയോ ചെയ്തില്ല എന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എത്ര കൊടും കുറ്റവാളിയാണെങ്കിലും അവൻ്റെ തലച്ചോറിൽ സ്വന്തം അമ്മയെ കൊന്നിട്ട് പോകുന്ന അവസ്ഥയിൽ ഒരു മാറ്റം അനിവാര്യമാണ്, അതുണ്ടാകേണ്ടതായിരുന്നു എന്നാണ് പല സൈക്കോളജിസ്റ്റുകളും പറയുന്നത്. അങ്ങനെ അമ്മുമ്മയെ കൊല്ലുന്നു. അമ്മുമ്മയും കൊന്നതിന് ശേഷം അവൻ്റെ വീട്ടിലെ പ്രശ്നങ്ങൾക്കൊക്കെ അവനെ സഹായിക്കുകയൊക്കെ ചെയ്ത അവൻ്റെ പിതൃ സഹോദരനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൊല്ലുന്നു. തിരിച്ചു വന്നു, അവൻ്റെ കാമുകിയെ വിളിച്ചു വരുത്തി കൊല്ലുന്നു. അനിയൻ ആഹാരം മേടിച്ചു കൊടുത്തിട്ട് അത് കഴിപ്പിക്കുക പോലും ചെയ്ത് തല്ലിക്കൊല്ലുന്നു. ഇതെല്ലാം ചുറ്റി വെച്ച് അടിച്ചു കൊല്ലുകയാണ് ചെയ്തത്. നാം ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, ആദ്യമേ തന്നെ പറയുന്നുണ്ട്, സാമ്പത്തിക പരാധീനത മൂലം കുടുംബം ഒന്നാകെ ആത്മഹത്യ ചെയ്യണമെന്ന് തീരുമാനിച്ചു. അപ്പോൾ അച്ഛൻ നാട്ടിലില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, കുടുംബത്തിൻ്റെ സാമ്പത്തിക പ്രശ്നമാണ് മരണകാരണമെങ്കിൽ അവൻ എന്തിന് മുത്തശ്ശിയെ കൊല്ലണം? പൈസ ചോദിച്ച് കൊടുക്കാതെയുള്ള വൈരാഗ്യമെന്നാണ് പോലീസിന് അതിനുള്ള വെർഷൻ. എന്തിന് അവൻ്റെ അച്ഛൻ്റെ പിതൃ സഹോദരനെയും സഹോദരിയും കൊല്ലണം? അവരിവരുടെ കുടുംബ പ്രശ്നങ്ങൾ ഇടപെടുകയും ഇവർക്ക് പൈസ കൊടുത്തിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ടവനെ ഗുണദോഷിക്കുകയോ വല്ലതും ചെയ്തിട്ടുണ്ടാവും, അതിൻ്റെ പുറത്തുള്ള വൈരാഗ്യം അവരോട്. ഒരാൾ സാമ്പത്തിക ബാധ്യത മൂലം ആത്മഹത്യ ചെയ്യാൻ പോകുമ്പോൾ കൂട്ടമുള്ള നാട്ടിലുള്ള മുഴുവൻ ബന്ധുക്കളെയും കൊന്നിട്ട് പോകേണ്ട കാര്യമുണ്ടോ? അങ്ങനെ ഒരാൾ കൊല്ലുമോ? ഇല്ല എന്നുള്ളതാണ് സത്യസന്ധമായ കാര്യം. ഇവിടെ പോലീസ് ഇരുട്ടിൽ തപ്പുകയല്ല, പോലീസ് മനഃപൂർവ്വം ജനങ്ങളിൽ നിന്നൊക്കെ മറച്ചു വെക്കാൻ ശ്രമിക്കുകയാണ്. ഇതിനിടെ അവൻ ബാറിൽ പോയി മദ്യപിക്കുന്നു. ഈ സമയങ്ങളിലൊന്നും തന്നെ, ഈ കൊലപാതക പരമ്പര നടത്തുന്ന സമയങ്ങളിലൊന്നും തന്നെ വളരെ ചെറിയ സാമ്പത്തികമായ പ്രശ്നങ്ങളുള്ള ഒരു ചെറുപ്പക്കാരന്, ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നി എന്ന് പറയുന്ന ചെറുപ്പക്കാരന് അമ്മയെ കൊല്ലുമ്പോഴും മുത്തശ്ശിയെ കൊല്ലുമ്പോഴും തൻ്റെ വല്യച്ഛനെയും വല്യമ്മയെ കൊല്ലുമ്പോഴും 13 വയസ്സുള്ള താൻ ചേർത്ത് പിടിച്ച് കൊണ്ടു നടത്തുന്ന അനിയനെ കൊല്ലുമ്പോഴും യാതൊരു മാറ്റവും ഉണ്ടായില്ലെന്ന് പറഞ്ഞാൽ അത് അവിശ്വസനീയം തന്നെയാണ്. ഇവിടെയാണ് പോലീസ് മനഃപൂർവ്വം വിട്ടുകളയാൻ ഉദ്ദേശിക്കുന്ന ലഹരിയുടെ വ്യാപനത്തെപ്പറ്റിയും ലഹരിയുടെ ഉപയോഗത്തെപ്പറ്റിയും ചിന്തിക്കേണ്ടത്. ഇതൊക്കെ ചെയ്യണമെങ്കിൽ രാസലഹരി കഴിച്ച ഒരാൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ.
മദ്യപിച്ച ഒരാളിനെ കൊല്ലണമെങ്കിൽ മദ്യപിച്ച് ഒരു മതോന്മത്തനായാൽ അയാൾ കിറുകി എവിടെയെങ്കിലും വീഴത്തേ ഉള്ളൂ. ഇനി കഞ്ചാവ് അടിച്ചാണെങ്കിൽ പോലും അവൻ എവിടെയെങ്കിലും വീഴത്തേ ഉള്ളൂ. ഈ രാസലഹരിക്ക് അതിനൊക്കെ അപ്പുറമുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യുവാനുള്ള ഒരു ത്വര തലച്ചോറുണ്ടാക്കിയെടുക്കും. അതാണ് ഇവിടെ സംഭവിച്ചത്. ആ അന്വേഷണം എന്തുകൊണ്ട് അവൻ ലഹരി ഉപയോഗിച്ചിരുന്നോ എവിടുന്ന് ലഹരി കിട്ടിയിരുന്നോ എന്നതിനെപ്പറ്റി പോലീസ് അന്വേഷിക്കുന്നില്ല. അത് അന്വേഷിക്കാൻ പറ്റുന്ന വളരെ മനോഹരമായൊരു കാര്യം പോലീസിന് മുമ്പിലുണ്ട്. ഇവൻ എല്ലാ ദിവസവും രാത്രി 10 മണിക്ക് ശേഷമാണ് വെളിയിൽ പോയിക്കൊണ്ടിരുന്നത്. വെളിയിൽ 10 മണിക്ക് ശേഷം പോയിരുന്ന ഇവൻ എന്തിനു പോയിരുന്നു എന്ന് പോലീസ് ഇന്നുവരെ അന്വേഷിച്ചിട്ടില്ല. വില കൂടിയ മൊബൈലുകൾ ഇവന് ഹരമായിരുന്നു, ബൈക്ക് ഇവന് ഹരമായിരുന്നു. ഇപ്പം സാമ്പത്തിക ബാധ്യത മൂലം സ്വന്തം കുടുംബത്തെ മുഴുവൻ വകവരുത്തി സ്വയം ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ഒരാൾ അയാൾ മരിക്കുന്ന തുല്യനായ രീതിയിൽ, അല്ലെ എങ്ങനെ മരിക്കുമെന്ന് വരെ കണ്ടുപിടിച്ച് ആ രീതിയിൽ മരിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം. ഇതെല്ലാം ചെയ്തതിന് ശേഷം അവൻ പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങിയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം അവന് കുടുംബത്തിന് സ്നേഹം ഉണ്ടായിട്ടാണോ? അല്ല. ഒന്നത്. രണ്ടാമത്തെ കാര്യം, കുടുംബസ്നേഹമുള്ള ഒരു ചെറുപ്പക്കാരൻ, കുടുംബത്തോട് ഇത്രയേറെ സ്നേഹമുള്ള ഒരുത്തൻ, അവൻ ഇത്രയും വലിയ സാമ്പത്തിക ബാധ്യതയിൽ നിലനിൽക്കുമ്പോൾ 1-1.5 ലക്ഷം രൂപയുടെ മൊബൈലോ അല്ലെങ്കിൽ വീട്ടിൽ പണത്തിനു വേണ്ടി പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ മുത്തശ്ശിയെ വഴക്കുണ്ടാക്കുകയോ ഒന്നും ചെയ്യില്ല. അവൻ എന്തെങ്കിലും ഒരു തൊഴിലിന് വേണ്ടി, വിശേഷ്യ അച്ഛൻ ഗൾഫിലുള്ള സ്ഥിതിയിൽ അവൻ എന്തെങ്കിലും ജോലിക്ക് വേണ്ടി ഗൾഫിലേക്ക് പോകുമായിരുന്നിരിക്കാം. അതും സംഭവിച്ചില്ല. ഇവിടെ മനഃപൂർവ്വം പോലീസ് ഒത്തുകളിക്കുന്നു. എന്താണെന്ന് ചോദിച്ചാൽ, പോലീസിൻ്റെ അന്വേഷണം ലഹരിയിലേക്ക് പോയാൽ ആ ലഹരി എവിടുന്ന് വന്നു എന്ന് കണ്ടുപിടിക്കേണ്ടി വരും. അത് കണ്ടുപിടിച്ചാൽ അത് ചെന്നെത്തുന്നത് പോലീസിന് പുറത്തു പറയാൻ പറ്റാത്ത ഏതോ ഉന്നതരിലേക്കാകാം. അതുകൊണ്ട് പോലീസ് മനഃപൂർവ്വം ഇതിൻ്റെ ലഹരി ഉപയോഗത്തെ മനഃപൂർവ്വം വിട്ടുകളയുകയാണ് എന്നുള്ളതാണ് സത്യം. പോലീസിനെ സംബന്ധിച്ച് അവർക്കൊരു കേസ് എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് മാത്രമേ ഉള്ളൂ വിഷയമായിട്ട് വരുന്നത്. കാക്കി ഉള്ളിടത്തോളം കാലം അവർ സേഫാണെന്നാണ് അവർ വിചാരം. അവർക്കും തല്ല് കിട്ടുന്നുണ്ടെന്നുള്ള കാര്യം അവർ പലപ്പോഴെങ്കിലും ഓർക്കുന്നത് നല്ലതാണ്. നമുക്ക് പണ്ടൊരു കത്തിയുടെ കാര്യം അറിയാം, മുത്തുറ്റിപ്പോൾ വാദം, അങ്ങനെ പല കാര്യങ്ങളും നമുക്കറിയാം. അപ്പോൾ നമ്മളിതെല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ കുടുംബസ്നേഹിയായ ഒരു ചെറുപ്പക്കാരന് ഇത്തരം ഒരു കൊടും ക്രൂരത ചെയ്യുവാൻ സാധിക്കില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ എന്താണ് സാധ്യത ലഹരി തന്നെയാണ്. ലഹരിയുടെ അടിമയായി ലക്ഷക്കണക്കിന് രൂപ കടം വന്നു. പിന്നെയും പണം ചോദിച്ചപ്പോൾ വീട്ടുകാർ കൊടുക്കാതിരുന്നപ്പോൾ, കൊടുക്കാൻ അവരുടെ നിർവാഹമില്ലാതെ വന്ന സമയത്ത് അവരെ ആ ലഹരി ഉപയോഗിച്ച് തന്നെ പോയി വധിച്ചു എന്നുള്ളതാണ് സത്യം. നിങ്ങൾ ഓർക്കേണ്ടത്, ഒരു ചുറ്റിക കൊണ്ടാണ് അടിച്ചത്. ഒരു ചെറിയ അടി നമ്മുടെ തലയിൽ കൊണ്ടാൽ പോലും നമ്മൾ വിളിച്ചു പോകാറുണ്ട്. അങ്ങനെ വിളിച്ചു പോകുന്ന ശബ്ദം പോലും ആരും കേട്ടില്ല എന്നുള്ള സത്യം. അപ്പം ലഹരിയുടെ ഉപഭോഗത്തെ പറ്റി പഠിക്കുമ്പോൾ അത് എവിടുന്ന് കിട്ടിയെന്ന് അന്വേഷിക്കേണ്ടി വരും. സത്യത്തിൽ ഈ നമ്മുടെ സമൂഹത്തിന് ആവശ്യമില്ലാത്ത, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ നമ്മൾ തള്ളിക്കളയുക തന്നെ വേണ്ടത്. എനിക്ക് കേരളത്തിലെ എക്സൈസ് വകുപ്പ് മന്ത്രിയായിരിക്കുന്ന ആ ചെറുപ്പക്കാരനായ മന്ത്രിയോട്, രാജേഷിനോട് വളരെ ബഹുമാനമുള്ള ആളായിരുന്നു. എക്സൈസ് വകുപ്പിൻ്റെ ചുമതല അന്ന് അദ്ദേഹം ഏറ്റെടുത്തോ അന്ന് മുതൽ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനവും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും ഞാൻ കേൾക്കാറില്ല. കഴിഞ്ഞ 2016 ശേഷം കേരളത്തിൽ ലഹരിയുടെ അങ്ങേയറ്റത്തെ ഉപഭോഗമാണ് നടക്കുന്നത്. ഉപഭോഗം നടക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അത് എവിടെയും ഈസിയായി ലഭിക്കുന്നു എന്നുള്ളതാണ്. ലഭ്യത കുറയ്ക്കുകയാണ് ഏത് ലഹരി വസ്തുവും ഒഴിവാക്കാൻ പറ്റുന്നത്. മദ്യവ്യാപനമല്ല, മദ്യവർജനമാണ് നമ്മുടെ ലക്ഷ്യം എന്നാണ് പറഞ്ഞുകൊണ്ട് വന്നത്. ഇവിടെ മദ്യവർജനവും കഴിഞ്ഞു. മദ്യവർജനത്തിനേക്കാൾ വലിയൊരു പണിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രാസലഹരിയുടെ കച്ചവടമാണ് നമ്മുടെ സമൂഹത്തിൽ മൊത്തം നടക്കുന്നത്. ഇത് സർക്കാരിൻ്റെ ഒത്താശയോടുകൂടി അല്ലാതെ നടക്കില്ല എന്നുള്ളതാണ് സത്യം. ഇനിയും ഈ സർക്കാരിനെ ഇങ്ങനെ തന്നെ ജനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകട്ടെ. ഇനിയൊരു അവസരം കൂടി നിങ്ങൾ കൊടുത്താൽ നല്ലതായിരിക്കും. കാരണം ഇപ്പോൾ തന്നെ നമ്മുടെ യുവതലമുറ പൂർണ്ണമായി നശിച്ചിരിക്കുന്നു. 50% ചെറുപ്പക്കാരെ നശിപ്പിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. ആമ്പിള്ളേർ മാത്രമല്ല, പെൺകുട്ടികളെ വരെ നശിപ്പിച്ചിരിക്കുന്നു. നാം അറിയുന്ന ഓരോ പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നതിന് പിന്നിലും ലഹരിക്ക് വളരെയേറെ പങ്കുണ്ട്. വസ്ത്രധാരണത്തിൽ ലഹരിക്ക് പങ്കുണ്ട്. ഇതൊക്കെ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ എന്തും ആകും എന്നൊരവസ്ഥയിലേക്കുള്ള രാസലഹരികളാണ് MDMA പോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ തോന്നുന്നത്. മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി 1912 കണ്ടുപിടിച്ച ഒരു രാസ മിശ്രിതത്തിൽ നിന്നാണ് ഈ MDMAയിലേക്കുള്ള മാറ്റമുണ്ടായിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയാണ് ഇതിന് കാരണം എന്ന് പറയേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ സർക്കാരിനെ നിയന്ത്രിക്കുന്നവർക്കും ഇതിൽ നിന്നോ ലഭിക്കുന്നുണ്ട്. അല്ലെങ്കിൽ പോലീസിനെ നിയന്ത്രിക്കുന്നവർക്കും ഇതിന് പങ്കുണ്ടാവാം. എന്തായിരുന്നാലും ഈ ലഹരി ഉപയോഗത്തെ പറ്റിയുള്ള അന്വേഷണം പോലീസ് ശരിയായ രീതിയിൽ നടത്തും ഇല്ല എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക്. അവസാനം കുടുംബത്തിൻ്റെ കടം വീട്ടുവാൻ കഴിവില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്താൽ എല്ലാവരും കൂടെ ചാവത്തില്ല എന്ന് ഉറപ്പുള്ള ഒരു ചെറുപ്പക്കാരൻ
ഇങ്ങനെ ഒരു കൊടും ക്രൂരത ചെയ്തു എന്നൊരു ഫൈനൽ റിപ്പോർട്ടുമായി പോലീസ് കോടതിയിലെത്തും. അവിടെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ആ റിപ്പോർട്ട് വന്ന് അങ്ങനെ ഒരു റിപ്പോർട്ട് നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ ഓർക്കുക, ഇത്രയും പേരെ ആത്മഹത്യ ചെയ്താൽ എല്ലാവരുടെ മരിക്കില്ല എന്ന കാരണം കൊണ്ടാണ് അവൻ അടിച്ചു കൊന്നതെങ്കിൽ അവൻ എന്തുകൊണ്ട് പൂർണ്ണമായി മരിക്കുന്ന രീതിയിലുള്ള ഒരു ഉപാധി തേടിയില്ല എന്ന ചോദ്യം സമൂഹത്തിന് മുമ്പിൽ എന്നും ഉയർന്നു നിൽക്കും. നന്ദി, നമസ്കാരം.